എന്തായി മോനെ? അവൾ എന്തു പറഞ്ഞു? ഞാൻ അവളുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങുമായിരുന്നു. ഞാൻ വിളിച്ചു കൊണ്ടുവരാം അവളെ. അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി പോവാം. ഞങ്ങൾ ചെന്നിട്ടും സ്നേഹ ധനുഷിനൊപ്പം പോയച്ച. ഞങ്ങൾ പറഞ്ഞൊന്നും അവള് കേട്ടില്ല. അവള് വലിയ വാശിയില്ല. നമ്മള് അങ്ങോട്ട് പോവാതിരിക്കുന്നത് നല്ലത്. അതെ അച്ഛാ, ഞങ്ങളുടെ കൺമുന്നിൽ വെച്ചാണ് അവൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയത്. ഞങ്ങൾക്ക് തടയാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, അവളുടെ സംസാരം ഞങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുകയും ചെയ്തു. ഇനി അച്ഛനും കൂടി അവളുടെ അടുത്ത് പോയി നാണം കിടണ്ട. അപ്പോ ഞാൻ നേരിട്ട് പോയി വിളിച്ചാലും ഇനി അവൾ വരില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? അച്ഛാ, ധനുഷും സ്നേഹയും ഇപ്പൊ ഭാര്യ ഭർത്താക്കന്മാരാ. നിയമപരമായി അവർ വിവാഹം ചെയ്തു കഴിഞ്ഞു. ഇനിയും അവരെ പിരിക്കാൻ നോക്കുന്നത് ഏത് രീതിയിലും തെറ്റാണ്. പോലീസ് പ്രൊട്ടക്ഷനും നിയമമൊക്കെ അവന്റെ കൂടെ നിൽക്കുവച്ചാ. നമ്മൾ ആരെയും അവൾക്ക് ആവശ്യമില്ലാത്ത മട്ടില്ല അവൾ ഞങ്ങളോട് സംസാരിച്ചിട്ട് പോയത്. അവള് പോകുന്നെങ്കിൽ പോട്ടെ അച്ഛാ. നമ്മളെ വേണ്ടാത്തവരെ മനസ്സിലാക്കാത്തവരെ നമുക്കെന്തിനാ? അവള് അവന്റെ ഒപ്പം പോയി ജീവിക്കട്ടെ. അങ്ങനെ ജീവിച്ചു തുടങ്ങുമ്പോ അവന്റെ തനി നിറം അവൾക്ക് മനസ്സിലാവും. അതോടെ അവളൊരു പാഠം പഠിച്ചോളും. അപ്പൊ അവൾക്ക് മനസ്സിലാവും നമ്മൾ പറയുന്നതൊക്കെ സത്യമായിരുന്നു എന്ന്. അങ്ങനെ ഒരു വാശി നമ്മൾ കാണിക്കുമ്പോ തകരുന്നത് അവളുടെ ജീവിതം തന്നെയാ. അവൻ ആരെന്നും അവന്റെ സ്വഭാവം എന്താണെന്നും അവള് മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും അവളുടെ ജീവിതം അവളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അച്ഛാ, പിന്നെ അവളെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. അതാ ഞാൻ അവളെ വിളിച്ചു കൊണ്ടുവരാന്ന് കരുതിയത്. അച്ഛന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. എത്ര സ്നേഹിച്ചാലും മനസ്സിലാക്കാത്ത ചിലരില്ലേ അച്ഛ നമ്മുടെ ചുറ്റിലും. അവളും അങ്ങനെ ഒരാളാണെന്ന് കരുതിയാ മതി.